ആ ഹലോ ടീച്ചറേ എന്തുണ്ട്? എന്താ വയൽക്കാറ്റ് കൊണ്ടുണ്ടല്ലേ വയൽക്കാറ്റില് എന്ത് ഈടെയാന്ന് ചോദിച്ചത് എങ്ങനെ? ഇത് എവിടെയാന്ന്? ഇത് ചെറുത്തൂര്. എന്റെ നാടല്ലേ? ഓ അത് ആ അല്ല, സത്യമല്ല. ഇത് ഭയങ്കര രസമാണ്. ഭയങ്കര രസമുള്ള ആ സ്ഥലം. ഞാൻ അതിങ്ങനെ അതെ അതെ പലതിലും കണ്ടിട്ട് വന്നതാണ് ശരിക്കും അതെ. പറഞ്ഞാല്. ഇത് ഉണ്ണിക്കീടയുടെ ഒരു സ്ഥലം എന്റെ ടീച്ചറെ അങ്ങ് ആ പാടം എടാ. അറ്റത്തിലെ ആ ആ കൃഷി ആ ഉണ്ടല്ലോ, ആ അതെന്റെതാ, എന്റെ സ്വന്തം. വീടിന് അപ്പുറത്തുള്ളത് അല്ലേ? ഇവിടെ തന്നെ കാണുന്ന തന്നെ അങ്ങ് ആ അറ്റത്തില്ലേ. ആ. ഇതിന്റെ നേരെ ലാസ്റ്റ് വരുന്ന സ്ഥലം കുറച്ച് പാടമുണ്ട് ടീച്ചറെ. ഉഷാറ് ആ, ഗംഭീരാക്കത്ത്. അതെ. കൃഷി തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അയ്യോ പിന്നെ തന്നെയല്ലേ, അതാ നമ്മളെ വളർത്തിയത്. അല്ലെ, അമ്മ പാടത്ത് പണിയെടുത്തിട്ടാണല്ലോ. ആ കാലത്ത് വേറെ പണിയൊന്നുമില്ല പാടത്ത്, അല്ലേ? അതെ കൃഷി ഇതന്നെയാണ് അതിൻ്റെ ജോലി. ഇപ്പോൾ ഒരു 10-28 വർഷമായിട്ട് ഈ കുടുംബശ്രീ പ്രവർത്തനങ്ങളെല്ലാം പുതിയ ജോലികളിലൊക്കെ ആയി അതെ സ്ത്രീകൾ ജോറായത്. അതെ അന്ന് അതെ അതെ. വേറെ ഒന്നുമില്ല, തിന്നാനും കുടിക്കാനും വേണമെങ്കിൽ പാടത്ത് കണ്ടത്തൊക്കെ തന്നെ അല്ലേ, വേണം. ഭയങ്കര അവസ്ഥയായിരുന്നു. അത് ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ടായിരുന്നു ഉണ്ണി. ഇത് അതെ ഭയങ്കര വികാരത്തോടു കൂടെ ആള് ഇങ്ങനെ ഒരു ഇതായിട്ട് കാണുമ്പോ കേൾക്കുമ്പോ അതൊരു വന്ന വഴി മറക്കാതിരിക്കല്. അതാണ് സാറേ, ഒരിക്കലും മറക്കാൻ പറ്റൂല. കാരണം നമ്മളിലൊരു ബാല്യകാലം എന്ന് പറയുന്നത് കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും തിന്നാനും കുടിക്കാനില്ലാത്തൊരു കാലമായിരുന്നു. സത്യം. അപ്പം ഇങ്ങനെ അമ്മതാ ഏതെല്ലോ കണ്ടത്തില്ല, നമുക്കറിയില്ലോ ആ കാലം. അപ്പോൾ യാദൃശ്യമായി ഒരു കുറച്ചിങ്ങനെ പൈസയെല്ലാം കിട്ടുമ്പോൾ ഒരു കൃഷിസ്ഥലം മേടിച്ചു കൊടുത്ത് ഞാൻ അമ്മേനെ കൂട്ടിയിട്ട് വന്നിട്ട് കാണിച്ചു കൊടുത്തു. ഇതിനി അമ്മക്കില്ല, നീ ഇവിടെ നിങ്ങൾക്ക് ഉം. ഞാറ് നടാം, അല്ലെ മോദിക്കാം, മൂരാം, എല്ലാം ചെയ്യാം, ഇത് സ്വന്തമാണ്. അപ്പം അമ്മ നോക്കിയിട്ട് പറഞ്ഞു, ഉം. ഈ ഭാഗത്തിലെ സ്ഥലത്ത് തന്നെയാണ് പണിയെടുത്തിട്ട് നിന്നെ പോറ്റിയത്. അത് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് ഭയങ്കര സന്തോഷമല്ല, അതേ ഒരു ടൈം പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാണ്ട്. ശ്ശോ, ആ ഭയങ്കര അതെ അതെ, സന്തോഷമാണ്. നാടിനെ അടയാളപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടല്ലോ അതെ ഉണ്ണീന്റെ. അത് ഈ വന്ന വഴി മറക്കാത്തോണ്ടാണ്. കാസർഗോഡൻ സ്ലാങ്ങും ഭാഷ പിന്നെ ഇതില് സിനിമയിലായാലും അതെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും മനുഷ്യർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന മറിമായത്തിലും അതെ അതെ. കാസർഗോഡിനെ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് അത് ഉണ്ണി കരുതിക്കൂട്ടി അങ്ങനെ കൊണ്ടുവന്ന് തന്നെ ശരിക്ക്. അല്ല ടീച്ചറെ, സത്യമാണ്. എന്തറിയാ, ഉം. നമ്മുടെ നാട് കാസർഗോഡ്, ആ. നമ്മുടെ ചെറുത്തൂരല്ലേ നമ്മുടെ കാസർഗോഡ്. ഉം. കാസർഗോഡിൻ്റെ ഭാഷ, അതിൻ്റെ സംസ്കാരം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും സപ്തഭാഷാ സംഗമ പിന്നെ ഭൂമിയാണ് നമ്മുടെ നാട്. പിന്നെ ഈ നാടിനെ നമ്മളല്ലാണ്ട് പ്രൊമോട്ട് ചെയ്തിട്ട് പിന്നെ ആരാന്ന്? ആരാണ് അതിന് നമ്മളല്ലേ അതിൻ്റെ കാര്യങ്ങൾ, സത്യം. സത്യസന്ധമായ കാര്യങ്ങൾ പുറം ലോകത്ത് എത്തിക്കേണ്ടത്. അപ്പം നമ്മുടെ നാട്ടിലെ എഴുതുന്നവർ, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നവർ, അഭിനേതാക്കൾ എല്ലാം നമ്മുടെ തന്നെയാണ് അങ്ങ് പറയേണ്ടത്. അതുകൊണ്ട് ലോകം മൊത്തം എത്തി, അല്ലേ? ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തീർച്ചയായിട്ടും. ചെറിയ കുഞ്ഞൊരു ഭാഗത്താവാൻ പറ്റുന്നത്. നമ്മുടെ ഭാഷ ഒരു 10-12 വർഷം മുമ്പേ നമ്മുടെ ഭാഷ സംസാരിക്കാൻ പറ്റി ചാനലിൽ, അതൊക്കെ സന്തോഷമാണ്. എല്ലാ കാര്യങ്ങളും ടീച്ചറെ, അല്ല ടീച്ചറെ, അങ്ങനല്ലേ എൻ്റെ കാണും. തീർച്ചയായിട്ടും അതെ. ആ അത് ഈ മറിമായം പോലെ തന്നെ അടയാളപ്പെടുത്തിയ ഒരുപാട് സിനിമകളുണ്ട്. തീർച്ചയായും. ഉണ്ണി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരുപാട് നല്ല കഥാപാത്രങ്ങള് ചെറുതായാലും ആദ്യം ഏ, ചെറുത് ചെറുത് വന്നിട്ട്. ടീച്ചർ എനിക്ക് എന്നൊരു കാര്യം ആ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഉം. ഞാൻ മറക്കൂല, ഉം. കുറേ കൊല്ലം മുമ്പേ, ഞാൻ അങ്ങനെ ഒന്നും ആയിട്ടൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ മറിമായത്തിൽ ഇങ്ങനെ ചെറിയ വന്നു പോകുന്ന വേഷം, ഉം. പിന്നെ പിന്നെ മറിമായത്തിൽ ഇങ്ങനെ ഇപ്പം അതിനുശേഷം സിനിമ തൊണ്ടി മുതലൊക്കെ ചെയ്തു. ആ തൊണ്ടി അപ്പം മുതലേ. കുറേ സിനിമകൾ ചെയ്തുകൊണ്ടും ഉം. നിൽക്കുമ്പോൾ ഉണ്ണി ഏതൊരു പരിപാടിയിൽ ഉണ്ണി മറിമായം എന്ന് പറഞ്ഞിട്ട് വരുമ്പം, ഉം. അപ്പോൾ ടീച്ചറിനോട് പറഞ്ഞേക്കാം. അതിനുശേഷം ഞാൻ ഉം. അല്ല, ഉണ്ണി മറിമായം മാത്രമല്ല, ഉം. ഒരു മറിമായത്തിലെ പ്രേക്ഷകൻ മാത്രമല്ല, ഇപ്പം ഉണ്ണി സിനിമയിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഉം. അപ്പം ഞാൻ എനിക്ക് സ്വയം ഒരു ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുവരെ. ഞാൻ സിനിമ സത്യം അന്ന് അതുവരെ ഞാൻ വിചാരിച്ചു ഉം. അല്ല ഉണ്ണിപ്പം തൊണ്ടിമുതൽ ദൃക്സാക്ഷി ചെയ്തു, അല്ലെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പം ചെയ്തു, ഇങ്ങനത്തെ കുറേ സിനിമകൾ ഉണ്ണി അതെ അതാണ്. വരുന്നുണ്ടല്ലോ. ഉം. അപ്പം ഉണ്ണി രാജൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞൊരു ആദ്യമായിട്ടാണ് സത്യം. പറഞ്ഞത്. വേറെ ആൾ പറഞ്ഞില്ല. ഈ സിനിമയും കാര്യങ്ങളും മറിമായും എല്ലാം കൂടെ അങ്ങ് കൊണ്ടുപോകുമ്പോൾ തന്നെ എപ്പോഴെങ്കിലും ഉണ്ണി അല്ല ഉണ്ണി ചെയ്തിട്ടുണ്ടാവും ആ ഒരു തിരിഞ്ഞു നോട്ടം. പണ്ട് ദുർഗയിലുണ്ടല്ലോ ആ, ഉണ്ണി എനിക്കൊരു പിള്ളേരെ മൈമ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ള ഒരു ആ കാലം ഉണ്ടല്ലോ. അയ്യോ, മറക്കാൻ അത് പറ്റില്ല അല്ലേ? അപ്പോൾ എത്രയോ വർഷമായി. ടീച്ചർ ചെറുതാണല്ലോ. അതെ. ആ ഞാൻ 20 വർഷമായി. അപ്പം ഞാനങ്ങനെ വരും. അപ്പം ഫസ്റ്റ് കാണുന്ന ക്ലാസ് ടീച്ചർ ഇതാ അതെ ഗേറ്റ് കഴിഞ്ഞ അതെ കാണില്ല, അതെ ടീച്ചർ അതെ. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നല്ല നിൽക്കും. അപ്പം എനിക്ക് പരിചയമില്ല, ശുഭ ടീച്ചർ അറിയാമെന്നല്ലാണ്ട് അങ്ങനെ നമ്മൾ സൗഹൃദമൊന്നുമില്ല. ടീച്ചർ എപ്പോഴും ചിരിച്ചുകൊണ്ട് എപ്പോഴും പ്രസൻ്റ് ആണ്. അപ്പം ഞാൻ ആ ദുർഗാ സ്കൂൾ ഭയങ്കര ഫേമസ് അല്ലേ, കാസർഗോഡ് അതെ ജില്ലയിലെ അതെ ഏറ്റവും കലാകാരന്മാരെ പങ്കെടുപ്പിക്കുന്ന അതെ സ്കൂളിലെ സംസ്ഥാനത്ത് ഏറ്റവും സമ്മാനം മണിക്കൂർ സ്കൂൾ. അപ്പം നമ്മളെ വിളിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമാണ്. അതെ അപ്പോൾ അപ്പോൾ ഗോപി മാഷാണ്, അല്ലേ? അതെ ഗോപിയാഷ പ്രിൻസിപ്പൾ, സമയം ഗോപി മാഷ്. പ്രിൻസിപ്പള്. പക്ഷെ അന്ന് ഉണ്ണി പഠിപ്പിച്ച ഒരുപാട് ശിഷ്യന്മാര് ഇപ്പം ഭയങ്കര അഭിമാനത്തോടെ പറയുന്നുണ്ട്. ഈ സീരിയലും സിനിമയിലും മറ്റേ ഇതെല്ലാം കാണുമ്പോൾ ടിവിയിലും ആടിയിട്ടെല്ലാം കാണുമ്പോൾ ഇത് നമ്മളെ പഠിപ്പിച്ച മാഷ് നോക്കണോ ടീച്ചറെ സത്യം, ഇതെന്നില്ല അത് ഒരു ഭയങ്കര അത് ഭയങ്കര. ഇപ്പം സന്തോഷല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡോക്ടറാണ് എന്നോട് ഞാൻ
മാഷ് എന്നെ പണ്ട് മൈമ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ചേറ്റിലെ പോയതായിരുന്നു. ആ ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ അവർക്ക് നമ്മളെ മറക്കുമല്ലോ. മാഷ പരിപാടിയെല്ലാം കാണട്ടെ, നമ്മളിപ്പം പിന്നെ UK-ലാണ്. അപ്പോൾ മാഷ പരിപാടി നമുക്ക് അഭിമാനമാണെന്നെല്ലാം പറയുമ്പോൾ ആ കുട്ടിയോട് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ട് പറഞ്ഞേ സോഷ്യലും പഠിപ്പിച്ചാളെ മറന്നു. നമ്മൾ പഠിപ്പിച്ചാളെ മറക്കൂല മറക്കാൻ പറ്റൂല. കാരണം എൻ്റെ ജീവിതയാത്രയിൽ 28 കൊല്ലാന്ന് ടീച്ചറെ കുട്ടിയോടൊപ്പം യാത്ര ചെയ്ത്. അപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചു പഠിച്ച കാര്യവും അല്ല വന്ന വഴിയും പരിപാടിയൊക്കെ ചോദിച്ചു. ഇപ്പൊ ഞാൻ ടീച്ചറെ കാണുന്ന കാഞ്ഞങ്ങാട് ആയിരിക്കും എന്റെ സത്യം പറഞ്ഞതല്ല. ആ ദുർഗാ സ്കൂളിൽ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ വേറെ. അപ്പൊ നിങ്ങൾക്കും ഒരു പിന്നാമ്പുറം ഉണ്ടല്ലോ ആ പഠിച്ച സ്ഥലം, അത് എല്ലാവർക്കും അറിയില്ല, സത്യം പറഞ്ഞാൽ അറിയില്ല. നിങ്ങൾ ഒന്ന് പറഞ്ഞു, നിങ്ങൾ പയ്യന്നൂരാ പഠിച്ചേ? വീടാണ് അന്നൂരാണ് എന്റെ വീട്, സ്വന്തം വീട്. അന്നൂർ സ്കൂളിലാണ് UP ക്ലാസ്സിലും പഠിച്ചത്. പിന്നെ ഹൈസ്കൂളിൽ പഠിച്ചത് തായനേരി സ്കൂൾ അല്ലേ? SABTM തായനേരി. ഓ അറിയാം, ഞാൻ മൈമോടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്. അന്നൂരിന്റെ ഒരു വൈബിളുള്ള ഒരു സ്ഥലല്ലേ. പിന്നെ അന്നൂര് കലാകാരന്മാര്, എഴുത്തുകാര്, പ്രാസംഗികര്, നാടകക്കാർ, സിനിമാക്കാര്. അന്നൂര് വലിയൊരു പരിപാടിയാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാല് 200 കോടിന്റെ ബഡ്ജറ്റിൽ വിജയിച്ച പടമെടുത്ത സംവിധായക ചിദംബരം അന്നൂരല്ലേ? എന്റെ ഏട്ടന്റെ മോനാണ് അല്ലേ? എന്റെ ഏട്ടന്റെ നേരെ ഏട്ടന്റെ മറ്റേ ഏട്ടനേ ഉള്ളൂ, സതീഷ് പുതുവാള്. ഇപ്പൊ രണ്ടാമത് ഒരു സിനിമ എടുത്തു, ബാലൻ. അതിഗംഭീരമായ സിനിമ. ഞാൻ ആ സിനിമ കണ്ടു. അടിപൊളി. അപ്പം ബാബുട്ടൻ നമ്മളെ ബന്ധു തന്നെ, വലിയ കുടുംബത്താ അതല്ലേ? നിങ്ങളെ സംവിധാനത്തിലെ മൈൻഡിലാണ്. നിങ്ങൾ കൃത്യമായി സിനിമ പിന്നെ ചലച്ചിത്രോത്സവം വെക്കുന്നതാണ്, ചലച്ചിത്രത്തിനെ കുറിച്ച് കൃത്യമായി നിരൂപണം ചെയ്യുന്നതാണ്. നിങ്ങൾ FB-യിലായാലും ഞാൻ പലപ്പോഴും വായിച്ചിട്ട് സിനിമയെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പൊ എന്തെങ്കിലും അങ്ങനെ ആഗ്രഹമുണ്ട് സിനിമയെ? ഒരു ആഗ്രഹം എന്തായാലും വേണം, ഉണ്ട്. ആഗ്രഹം പലതും ഉണ്ട്. ഒന്നാമത് അഭിനയത്തിലേക്ക് വന്ന തന്നെ പണ്ടെപ്പോഴും ഉള്ള ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാത്താം കേസ് കോഡ് തൊട്ട് സിനിമ 14 സിനിമ വന്നു. ഇപ്പം അവിഹിതത്തിൽ ഇപ്പൊ നമ്മൾ രണ്ടാളുണ്ടല്ലോ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പേ, 10 അല്ല എത്ര വർഷമായില്ല, ഞാൻ ബിനു CB സംവിധാനം ചെയ്യുന്ന ഒരു പരസ്യ ചിത്രത്തിലേക്ക് നിങ്ങളോട് ഞാൻ ചോദിച്ചു, സംഭവിച്ച ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചർ ഭയങ്കര തിരക്കിലേക്കുന്ന ടീച്ചറെ ഞാൻ എவ்வளோ പരിചയപ്പെട്ട നല്ല സൗഹൃദമാക്കി. ടീച്ചറെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അയ്യോ ഉണ്ണി അത് ഞാൻ അഭിനയം സംഭവം ഓർമ്മയുണ്ടെങ്കിൽ മറക്കുക. അപ്പൊ ബിനു CB ആണ് ഡയറക്ഷൻ, അതൊരു പരസ്യം. ബിനു എന്നോട് ചോദിക്കും, ഉണ്ണിയേട്ടാ ആരെ പെട്ടെന്ന് കാശൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കും. ഇപ്പൊ ഇന്നലെ വരെ ചോദിച്ചൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ഒറ്റ ആളെ കണ്ടിട്ടു, പിന്നെ പരസ്യ ചിത്രമാണ്. അപ്പൊ ഞാൻ ശുഭ ടീച്ചർ ഇങ്ങനെ ചോദിച്ചു, നമ്പറൊന്നും ഉണ്ടായിരുന്നില്ല, വിളിച്ചു ചോദിച്ചു, ഓർമ്മയില്ലേ? പിന്നെ കാണുന്ന ടീച്ചർ വലിയ എല്ലാ സിനിമയിലും അഭിനയിക്കുന്നത്. പിന്നെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു ടീച്ചറെ. 14 ചിത്രങ്ങളെല്ലാം നല്ല വേഷമാണ് ചെയ്തൊക്കെ നല്ല. ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അഭിഹിതമല്ല, അതിനെ കൂടെ അഭിഹിതം നമ്മളെ ഒന്നിച്ച് അഭിനയിച്ചു കുറേ സിനിമകളെ കണ്ടിരുന്നു. ഉണ്ണിന്റെ ഒരു ഫാൻസ് അസോസിയേഷൻ ഉദ്ഘാടനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും അതെ അല്ലേ, ഈ സൂപ്പർ സ്റ്റാറുകളുടെ ഇടയിൽ തന്നെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് മാറും. മാത്രല്ല ഒരു അവാർഡാണ് ഞാൻ പറഞ്ഞു. ഉറപ്പായിട്ടും ഒരു അവാർഡ് കിട്ടി, സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം. അത് പറഞ്ഞിരുന്നു, സത്യം അപ്പുറത്തെ ഒരു പറഞ്ഞിരുന്നു എന്നോട്, ഞാൻ മറക്കൂല. ഉണ്ണി ഓണത്തിന് ഇപ്പൊ നാട്ടിലുണ്ടാവുമായിരിക്കും അല്ലേ? ഓണത്തിന്റെ ഇപ്പൊ നാളെ ഞാൻ പൂന ഒരു യാത്രയാണ്. ഒരുപാട് കുറേ പരിപാടി, കുറേ ഓണത്തിന് വൈകുന്നേരമൊക്കെ കുറേ ഫംഗ്ഷൻ പരിപാടി, ക്ലബ്ബ് വാർഷികമൊക്കെ പോകുന്നുണ്ട്. വാനശാലയുടെ പരിപാടി, ഓണപരിപാടി, അത് ഭയങ്കര എനർജിയാണ്. ഈ ഓണക്കാലത്ത് കലാകാരന്മാർക്ക് പ്രത്യേക എനർജി. കാരണം കുറച്ച് പരിപാടി ഇല്ലാത്ത സമയത്ത് കർക്കിടക മാസം ചിങ്ങം വരുമ്പോൾ ഒരു എനർജി ആവും. നമ്മൾ മാത്രമല്ല, പ്രകൃതി പോലും അല്ലേ ടീച്ചറെ? പച്ചപ്പും പൂക്കളും അങ്ങനെ പ്രകൃതി പോലും അതിനോട് യോജിക്കും. സത്യം. അപ്പൊ ഓണത്തിന് ഭയങ്കര സന്തോഷമാണ് ടീച്ചറെ. പിന്നെ ഓണക്കാരല്ലേ ടീച്ചറെ? ടീച്ചർ ഓണത്തിന്റെ ഒരു മധുര മനോഹരമായ ഒരു ഗാനം പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു. നമ്മള് സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് ക്ലബ്ബ് മത്സരത്തിന് പോകുമല്ലോ. ഓണം എല്ലാത്തിനെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ ഉണ്ണി, സകലത്തിനും കൂടും. എല്ലാരും കൂടും. ദാരിദ്ര്യാന്ന് ഓണപ്പൊടിയില്ല, ഒന്നുമില്ല, അങ്ങനെല്ലാം ആയിരിക്കും. പക്ഷെ സകല പരിപാടികളും കൂടും. ഇപ്പൊ ഓണപ്പാട്ട് മത്സരത്തിനുള്ള സ്ഥിരം പാടുന്നത് ചങ്ങമ്പുഴ കവിത പാടും
പൊന്നിൻ ചിങ്ങമാസം ചന്ദ്രികയിൽ കുളിരണിഞ്ഞ ചിങ്ങമാസം തിരുവാതിര പാട്ടുപാടി പനയോലക്കുട ചൂടി തിരുവോണം വിരുന്നു വരും ചിങ്ങമാസം തിരുവോണം വിരുന്നു വരും ചിങ്ങമാസം പൂക്കള കാലല്ലേ 10 പുഷ്പം ചൂടി വരൂ കിളിമകളെ 10 ഗന്ധം പേറി വരൂ ഇളം തെന്നലേ ഓണത്തിന്റെ സമയത്ത് വരികൾ പോലും ഒരു പരിപാടി ഉണ്ട് ആ നല്ല ഓർമ്മകളാ. പിന്നെ ഈ പൂപ്പറിക്കാൻ വേണ്ടി മറ്റേ ഇത് കൊട്ടമടയില് കൊട്ടമടഞ്ഞിട്ട് അതില് മത്സരിച്ചിട്ട് മത്സരിച്ചിട്ട് ഈ കാക്കപ്പൂ വരെ നമ്മുടെ തുമ്പപ്പൂ, ഈ തുമ്പപ്പൂവെല്ലാം എന്നെ നിറഞ്ഞ് നമ്മളെ കൂട്ടുകാർ വന്നിട്ട് അവരെ കാക്കപ്പൂവിനെ കുന്നുമ്പോ പോണം. നമ്മളവിടെ വീരമല കുന്ന് ഇങ്ങനെ 2 കുന്നുണ്ട്, ആടെ പോയിട്ട് അന്ന് കാക്കപ്പൂ ഒരിക്കൽ. അതൊക്കെ പിന്നെ 10 ദിവസം വെക്കേഷൻ ഉണ്ടല്ലോ, മറ്റേ 10 ദിവസം സ്കൂൾ കിട്ടുമല്ലോ, അതിന്റെ അടിയിലാണ് ഈ ഓണം വരല്ലേ. ഈ ഓണത്തിന് ആ ദിവസം എല്ലാം നമ്മ കളിച്ചിരിച്ച് കുട്ടികളെല്ലാം പോയി ഓണം അടിപൊളി. നമുക്ക് ഓണം തിരുവോണം ഉത്രാടായിരിക്കും നമുക്ക്, നമ്മളെ ഇങ്ങോട്ടല്ലേ കൂടുതൽ ദിവസങ്ങളൊന്നും നമ്മൾ ആഘോഷം ഉണ്ടാവില്ല. ഉത്രാടത്തിന് ഭയങ്കര രസം ഉണ്ടാവും, അല്ലെ തിരുവോണത്തിന് എല്ലാ 4-5 കറിയും കൂട്ടിയിട്ട് സദ്യന് ഉള്ളവനും ഇല്ലാത്തവനും അന്നും ഒരുപോലെ. അതാണ് വലിയ സംഭവം. പക്ഷെ എനിക്ക് തോന്നുന്നു ഉണ്ണിക്ക് എങ്ങനെയാന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും പറയും പോലെ പണ്ടത്തെ ഓണം ഗംഭീര ഓണം, ഇപ്പോഴത്തെ ഓണം മോശം, അങ്ങനെ തോന്നില്ല. ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പോഴത്തെ ഓണം പൊളിക്കുന്നുണ്ട് ഇല്ലേ. ഓരോ കാലഘട്ടത്തും അത് ചാനലുകള് ഒരുപാട് പ്രോഗ്രാമുകള്, അവരെ ഒരു കൂട്ടം ഇതുപോലെയുള്ള വയൽക്കാറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതെല്ലാം പരിപാടികളാണ്. കറക്റ്റാ. എന്തറിയാ, ഓരോ കാലഘട്ടത്തിൽ ഓരോ മാറ്റങ്ങളുണ്ട്. ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ പോണം. അപ്പൊ നമ്മൾ നിലനിൽക്കൂലോ. അല്ലെങ്കിൽ നമ്മൾ പണ്ട് അത് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിലെ മാത്രം അതല്ല, അത് സത്യ. ഇപ്പം എന്റെ മോൻ ഇപ്പോഴത്തെ ട്രെൻഡ് ചെക്കനാ, ഓൻ ഡിഗ്രിയാണ്. ഓന്റെ ഓരോ മൈൻഡ് നമ്മളെ മനസ്സിലാക്കി പഠിക്കുകയും ചെയ്ത് ആ മൈൻഡാണ് പുറത്തിലെ ആ ചെറുപ്പക്കാരും എല്ലാം ഉണ്ടാവുന്നത്. സത്യ. നമുക്ക് ആ കാലത്തിൽ തന്നെ നമ്മൾ സഞ്ചരിക്കുന്നത്. ഇപ്പൊ നമ്മളെ പല പരിപാടി ചെയ്യുന്ന, സിനിമ ചെയ്യുന്ന, ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പുതിയ പിള്ളേരോടൊപ്പം തന്നെയാണ് ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കുന്നത്. സത്യ. നല്ല കാലം തന്നെയാണ് രണ്ടും. ഉണ്ണി പിന്നെ സിനിമകളിൽ ഇപ്പം ഏറ്റെടുത്ത ഒരുപാട് സിനിമകൾ ഉണ്ടാവും, പുതിയ ഒരുപാട് പദ്ധതികളിലുണ്ടാവും. ഞാൻ ചോദിക്കുന്ന അതൊന്നുമല്ല, എനിക്ക് ഉള്ളൊരു സംശയം, ഈ മറിമായം പോലുള്ളത് ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷമാണോ, സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമാണോ, ശരിക്കൊരു സന്തോഷം? അത് കടുകയായി പോയി. അത് സത്യം പറഞ്ഞാലേ സത്യം വെള്ളസാക്ഷി അതെന്ന് പറഞ്ഞ സത്യം ആത്മാർത്ഥമായി പറയാലേ, മറിമായ എനക്കൊരു പ്ലാറ്റ്ഫോമാണ്. അതില് നമുക്കൊരു കളി കളിക്കാൻ പറ്റും, അങ്ങനെ ഒരു സംഭവം. പിന്നെ കൂടെ നിൽക്കുന്ന നമ്മൾ സ്ഥിരം ആൾക്കാർ, സിനിമ ഒരു കുടുംബം പോലെയാണ്. എന്താ വെച്ചാല് സ്ഥിരം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ആളെ പോലെയാണ്. ഞാൻ 1 മാസം 10 ദിവസം ആടെ അവരെ പോലല്ലേ ബാക്കി. അപ്പൊ ആടെ നമ്മൾ കൂടുതലും ഫ്രീ ആണ് സംഭവം. സിനിമ ക്യാരക്ടർ മാറും, മറ്റേത് നമുക്ക് പല ക്യാരക്ടർ ചെയ്ത് സിനിമയിൽ പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് അപരിചിതരായ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരു ചില ലൊക്കേഷനിൽ ഒരു വഴി, അപ്പം നമുക്ക് അത് ആ ഒരു വേഷം പിടിച്ചാലേ പിന്നെയും വിളിക്കൂലൂ സിനിമക്കാർ. അങ്ങനെയുള്ളല്ലോ. ഇപ്പം എല്ലാവരും നമ്മൾ ഒരു സിനിമ ഇത് പിന്നെയും കിട്ടല് ടീച്ചറെ കണ്ടിന്യൂ ചെയ്യല് വലിയ പണിയല്ലേ. കലാരംഗത്ത് ഏത് രംഗത്തായാലും നിൽക്കുക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കി വലിയ സംഭവം അല്ലേ, വലിയ സംഭവം, ഒരു സംശയമില്ല. സത്യം. അത് നിലനിൽക്കുക, ഈ മണ്ണിൽ നിലനിൽക്കുക, കലാകാരൻ നിൽക്കുക എന്ന് പറയുന്നത് ഒരു പോരാട്ടം അല്ലേ. എല്ലാ ജീവിതം പോരാട്ടം. പക്ഷെ കലാകാരന്മാരെ എടുക്കുന്നത് അങ്ങനെ നോക്കുമ്പോ എനിക്ക് പിന്നെ മറിമായും സിനിമയും രണ്ടും ഒരുപോലെ തന്നെയാണ്. ഇപ്പൊ ഞാന് ഒരു സിനിമയിൽ ഇപ്പൊ അടുത്തും ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ പറ്റും, മോഹൻലാലിന്റെ കൂടെ. ഞാൻ പണ്ട് പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴല്ലോ ഈ മോഹൻലാലിന്റെ ഫാനാണ് ഞാൻ. അന്ന് ഫാൻസ് ഗ്രൂപ്പ് ഒന്നും ഇല്ല. നമ്മളിങ്ങനെ കയ്യൂക്കുള്ള കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ വീടിന്ന് കാഞ്ഞങ്ങാടേക്ക് ഓണത്തിന് നമ്മളെ കൂട്ടുകാരുണ്ട്, 5-6 കളിക്കൂട്ടുകാർ എന്ന് പറഞ്ഞത്. അവരെല്ലാം ഒരു വിനായക, കൈലാസ്, ദീപ്തി 3 തിയേറ്ററാണ് കാഞ്ഞങ്ങാട്. പയ്യന് പോവില്ല, നമ്മളെ ഒരു ഏരിയ ഇതാണ് കാഞ്ഞങ്ങാട്. ആ പോട്ടി പോയി കൈയ്യട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ കഴിച്ച് വേദിച്ചിട്ട് ചാടി പോയി ഓടിച്ചപ്പോഴേക്ക് ഇന്ന് ഓൺലൈൻ എല്ലാ പരിപാടി വീട്ടിൽ പോകുമ്പോൾ അപ്പൊ മോഹൻലാലിന്റെ പടം കാണും. അപ്പൊ എൻ്റെ സുഹൃത്തുക്കളുടെ മമ്മൂട്ടിയുണ്ട്, അപ്പുറം മമ്മൂട്ടി പടമുണ്ട്, കൈലാസ് അല്ലെങ്കിൽ മാറി നമ്മൾ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ലാലേട്ടന്റെ ഫാനായിരുന്നു ഞാൻ. ലാലേട്ടനെ കാണണം, സംസാരിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, മനസ്സിൽ ഉണ്ടായിരുന്നു.
അപ്പം പലപ്പോഴും പല ഷൂട്ടിംഗ് സ്ഥലത്തൊന്നും ഞാൻ പോയില്ല. അപ്പം കാണാൻ വേണമെങ്കിൽ ദൂരത്ത് കാണേണ്ട പോവാം. അങ്ങനെയല്ല, എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, അദ്ദേഹത്തോടൊന്നും സംസാരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എപ്പെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ആഗ്രഹിച്ച എപ്പെങ്കിലും ഒരു സത്യമല്ലേ അതാണ് നേരെ. അത് അങ്ങനെയാണ്, അങ്ങനെയാണല്ലേ എൻ്റെ കണക്ക്. നമ്മൊന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ വേണമെന്ന് ആഗ്രഹിച്ചു ഉറപ്പാടെത്തും. ഞാൻ വേറെ എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ പുതിയ ആൾക്കാർ കൂടെ എല്ലാ കുഞ്ചാക്കോ ആയാലും ഫഹദ് ആയാലും ദുൽഖർ ആയാലും എല്ലാവരുടെ കൂടെയും അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ലെജൻഡ് കമൽ സാറായാലും അല്ലെങ്കിൽ തരുൺമൂർത്തി ആയാലും പിന്നെ ദിലീഷ് പൊത്തായാലും മോഹനേട്ടൻ എല്ലാവരും അങ്ങനെ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു തരുൺമൂർത്തി എന്നെ വിളിക്കുന്നു, ഒരു ചെറിയ വേഷം വന്നു പോകുന്നു. ഞാൻ ആയിക്കോട്ടെ സാറേ, ലാലേട്ടൻ്റെ പടമാണെന്ന് എനിക്കറിയാം, തരുൺമൂർത്തി ചെയ്യുന്ന പുതിയ പടം ലാലേട്ടൻ്റെ പടമാണ്. അപ്പം ഞാനവിടെ പോയി. അവിടെ പോകുമ്പോൾ ഞാൻ കണ്ടത് മോഹൻലാലുണ്ട്, പക്ഷെ നമ്മളെ ഇത് കോമ്പിനേഷൻ സീനില്ല. ലാലേട്ടൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഏറെ വന്നിറങ്ങി. അപ്പോൾ ദൂരെ ഞാൻ മാറി ഇങ്ങനെ നിന്നു. ഞാൻ നമുക്ക് സന്തോഷം, എൻ്റെ സന്തോഷമായിരുന്നു അദ്ദേഹത്തെ കാണുക. എന്നോട് പെട്ടെന്ന് അസോസിയേറ്റ് പറഞ്ഞു, നിങ്ങൾക്ക് നാളെ ഒരു ക്ലോസ് എടുക്കാനുണ്ട്, അപ്പം നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ നിന്നു. പിറ്റേ ദിവസം ഇത് കണക്ക് ലാലേട്ടൻ്റെ സീനുണ്ട്, എൻ്റെ എടുക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ്. ലാലേട്ടൻ്റെ സീൻ കഴിഞ്ഞ് ലാലേട്ടൻ ഇങ്ങനെ ഉച്ചയൂണിന് ഇങ്ങനെ പോകുമ്പോൾ കുറേ ആളിങ്ങനെ പിടിക്കൊണ്ടുപോകല്ലോ. അപ്പം ഞാൻ അവിടെ നിന്ന് നോക്കി. അപ്പോൾ ലാലേട്ടൻ എന്നെ നോക്കിയിട്ട് ഓക്കെ അല്ലേ ചോദിച്ചു. ഞാൻ ആരോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് ആരും ബാക്കില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഓടിപ്പോയി ആളെ കൊണ്ടത്തില്ല. അപ്പം ആളെല്ലാവരും മാറി, കാരണം എന്നെ ചോദിക്കത്. അപ്പം ബിനു പപ്പൊക്കെ ഉണ്ട്, അപ്പം അദ്ദേഹം ചീഫ് അസോസിയേറ്റാ. അപ്പോൾ തരുൺമൂർത്തി ഒന്ന് ഞെട്ടിപ്പോയി. ഓക്കെ അല്ലേ? ഓക്കെ അല്ല സാർ, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടാ പറഞ്ഞു. ഞാൻ ഉറങ്ങിയിട്ടാ, എനിക്ക് ടെൻഷനായി, ഫോട്ടോ കിട്ടുമല്ലോ. എന്താ അപ്പം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഫോട്ടോ എടുത്ത് കിട്ടില്ല എന്നാ പറഞ്ഞു. ആരാ പറഞ്ഞു വെച്ചു. ഞാൻ ആളൊക്കെ വേണ്ടി കാണിച്ചു മനുഷ്യനാ. അതെന്താ വെച്ചു. അല്ല സാറേ, അത് കോസ്റ്റ്യൂമിന്റെ സിനിമ, അത് പറ്റൂല. ഞാൻ പറഞ്ഞു സാറല്ലോ, പ്രശ്നമല്ല സാറേ. ഞാൻ ചോറുണ്ടാനും കൂടെ പോയി, ലാലേട്ടൻ പോയി. പെട്ടെന്ന് ഫോൺ വരുന്നുണ്ട്. അതിനകത്ത് ഒരാൾ നമ്പർ, നിങ്ങൾ ലാലേട്ടൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞു. ചോറ് പകുതി കഴിച്ചത്രേ. ഞാനിക്കും എല്ലാം മതി, എല്ലാം ഇത് വന്നിട്ട് ഞാൻ കഴിക്കും. പിന്നെ കഴിക്കൂലെന്നല്ല അറിയാം, എനിക്കറിയാം. പായസം ചോറിന്റെ കാര്യം അറിയാം, ഈ ക്യാമറ എടുക്കുന്നതൊക്കെ അറിയാം, സംഭ്യാ ചെയ്ത. ഞാൻ അടക്കട്ടെ പൊത്തി വെച്ചിട്ട് ഞാൻ പോയി ആടെ നിൽക്കുമ്പോണ്ട് മൂപ്പർ വേറെ ഷർട്ട് ഇട്ട്, ചുവന്ന ഷർട്ട് ഇട്ടിട്ട് നിൽക്കുന്നു. സംഭവല്ലേ, ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ലാലേട്ടൻ, മോഹൻലാല്, നമ്മളെ അങ്ങനെ ഉണ്ടല്ലോ, നമ്മളൊരു ഇഷ്ടപ്പെട്ട നടൻ. ഞാൻ പറഞ്ഞു ലാലേട്ടനെ കാണാൻ 10-35 വർഷമായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അപ്പൊ അദ്ദേഹം മഹാനായ നടനാണെന്ന് മനസ്സിലായി. എന്തറിയാ, അദ്ദേഹം അന്ന് കൗണ്ടർ അടിച്ചാണ്, താങ്കളെ കാണാൻ ഞാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വെറുതെ പറഞ്ഞാതെങ്കിൽ എന്നോടത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ കൈ പിടിക്കാൻ വരക്കാല്ലേ വന്ന ചീത്ത പറയാ. അപ്പോൾ അയാൾ എന്റെ കൈ പിടിച്ചു. ആ ഫോട്ടോ ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്, വലിയ, അത് മാത്രമേ എന്റെ വീട്ടിൽ, വേറെ നടന്റെ ഇല്ല. അല്ല, അങ്ങനെ ഇഷ്ടപ്പെട്ട ആ വീട്ടിലെ വലിയ ഫോട്ടോ ഞാൻ നമ്മളെ ഇന്ദ്രൻസിൽ ഇങ്ങനെ സിനിമയിലെ ഒരു തുന്നക്കാരനെല്ലായിട്ട് പിന്നിലുണ്ടായിരുന്നു മനുഷ്യൻ, ചെറുത് കോമഡി ചെയ്ത് ഇപ്പൊ എത്തി മൂപ്പര്. അപ്പൊ എനിക്ക് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട്, തമാശല്ലേ ഇത്. അപ്പൊ അങ്ങനെ ചില ആഗ്രഹങ്ങൾ അങ്ങനെ ഉണ്ടല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ, അപ്പൊ അത് പിന്നെ കുറെ സംസാരിച്ചു. ഞാൻ ചില പരിപാടികൾ എന്റെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഇരിക്കുമോ എൻ്റെ മറിമാറ്റല്ല, ഞാൻ സ്ഥിരം പ്രിയനൊക്കെ നമ്മൾ കാണുന്നത് സംസാരിക്കുന്നതാണ് എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് എന്തായാലും ഫോട്ടോ എടുത്ത് ഞാൻ ഇങ്ങോട്ട് വന്നു. എല്ലാം കഴിഞ്ഞ് ഞാൻ അമ്മ സംഘടനയിൽ മെമ്പറായിട്ടുണ്ട്. ഞാൻ മലയാളം ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഇപ്പൊ കഴിഞ്ഞ വർഷം ആദ്യത്തെ താങ്ക് യു ആദ്യത്തെ മീറ്റിംഗ് മോഹൻലാൽ ഇല്ലല്ലോ, മെമ്പറായിട്ട് ലാലേട്ടൻ വന്നു ആടിയിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നതെല്ലാം കാണുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ടാവോ, എന്നെ ഓർക്കോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പല നടന്മാരോട്, മലയാളത്തിലെ എല്ലാ നടന്മാരോടും. അപ്പൊ ഞാനിങ്ങനെ സൈഡിൽ എന്നിട്ട് ഒരു ഫോട്ടോ ഒന്ന് എടുക്കുന്നുണ്ട്. ഞാനിട്ട് വന്നിട്ട് വെറുതെ പറഞ്ഞ അതിനകത്ത് നീടെത്തിയോന്ന് ഞാൻ പറഞ്ഞു മെമ്പറാണ്. അവര് ചോദിച്ചു എങ്ങനെയാണ് ബുദ്ധിപ്പെട്ടതല്ലേ. അതെനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, നമ്മള് 35 കൊല്ലായി നമ്മൾ അറിഞ്ഞും നമ്മളെ കൊണ്ടു നടക്കുന്ന ആള് തിരിച്ച് നമ്മളെ ഓർമ്മയുണ്ട് എന്ന് പറയുന്നത്, നമ്മള് ഒരു വലിയ വേറെ കുറെ സ്ഥലം വേണമെന്നോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വേണമെന്നോ ഒന്നും ആഗ്രഹിക്കല്ല, അല്ലെ വേറെ കുറെ പൈസ വേണമെന്നോ. ഞാൻ പറയട്ടെ ഉണ്ണി, എനിക്ക് ഫേസ്ബുക്കിൽ ഇപ്പൊ അടുത്ത് ഈ ഒരു മണലാരണ്യത്തിൽ തമാശയും കളിയാത്. ഞാൻ എവിടെയല്ല പോയിരിക്കുന്നത് എനിക്കറിയില്ല. ഇതിനിടക്ക് ഓസ്ട്രേലിയ പോയി. ലാലേട്ടന് വിസ നിഷേധിച്ച് അറിഞ്ഞല്ലോ. ഞാൻ ഓസ്ട്രേലിയ കങ്കാരുന്റെ അടുത്ത് പോയിട്ട്, കങ്കാരു അത് ഞാൻ കണ്ടിരുന്നേ.
കങ്കാരു വലിയ സംഭവം അതറിയാ. പണ്ട് കൊവ്വല് സ്കൂൾ എന്ന് പറയുന്ന ഓഡിറ്റ് സ്കൂളാ. ഡ്രോയിങ് മാഷ് ഉണ്ട്, തടിച്ച ഡ്രോയിങ് മാഷ്. കങ്കാരുവിന്റെ ചിത്രം വരച്ചിട്ട് എൻ്റെ വീടിന്ന് തലയിട്ട് നിൽക്കുന്ന വലിയ ചിത്രം ഇപ്പം മനസ്സിൽ അവിടെ പഠിച്ച എല്ലാവർക്കും വലിയ ഓർമ്മിക്കുന്ന ചിത്രം കങ്കാരുവിന്റെ. നമ്മൾ ആ ചിത്രം കണ്ടതേലോ, കങ്കാരുവിനെ ഞാൻ കണ്ടിട്ടാ. ഞാനിതിനെ നേരിട്ട് കണ്ടു, ഞാനിനോട് സംസാരിച്ചു. ഫോട്ടോ കിട്ടിയ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ഒരുപാട് കമന്റ്, ഉന്നേട്ടാ നിങ്ങൾ ചവിട്ടിക്കൂട്ടിട്ട് ഇതെല്ലാം പറഞ്ഞു. അന്നേരം ഞാൻ മനസ്സിലായേ നിങ്ങൾ എങ്ങനെ അതിന്റെ ഇരുപത്ത് പോയത്, ആ ചവിട്ടി കുറേ കമന്റ്. അപ്പൊ ഞാൻ ഓർമ്മിച്ച് പറയണം നേരെ ഏടക്കണ്ടാലും പറയണം എന്ന് വെച്ചൊരു കാര്യമാണ്. ആ ഗൾഫിൽ ഒരു ബൈക്ക് എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ മണലാരണ്യത്തിലൂടെ ഇങ്ങനെ മണലാരണ്യല്ലേ, മണലാരണ്യം മരുഭൂമിയില് കൂട്ടിക്കൊണ്ടുപോയി നമ്മളെ ഒരു പരിപാടിക്ക് പോയത് അബുദാബിയിൽ. അപ്പൊ അങ്ങനെ ഞാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പണ്ട് ഒട്ടകത്തിനെ കാണുക, ഒട്ടകം മരുഭൂമിയിൽ നടക്കുന്ന കാണുക. ആവശ്യമില്ലാത്ത കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ചിലപ്പോ ആഗ്രഹിക്കാത്തതായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പോവാ, കാണാം, നമുക്ക് മരുഭൂമി കാണാം, ഒട്ടകത്തിനെ കാണാം, അവിടെ ബൈക്ക് ഓടിക്കാം. അങ്ങനെ പോയി. അപ്പൊ അവര് ബൈക്ക് ഓടിച്ചു, ഒട്ടകത്തിന്റെ മുകളിൽ കയറാൻ പറഞ്ഞു. ഒട്ടകത്തിന് താഴെ ഇരുന്നിട്ടുണ്ടായി. നമുക്കിത് എണീക്കുന്ന സംഭവം അറിയില്ലായിരുന്നു. ഇരുന്നു, ഇങ്ങനെ ഇരുന്നു, അത് പിടിക്കണം. ഇതൊരു എണീക്ക് ഇനി എന്തോ അപ്പല്ലേ ഹോ ഹേ ഹോ എന്തോ ഒരു അറബിയിൽ പറയണം, അത് കറക്റ്റ് എണീക്കുന്നത്. ഞാൻ അയാളെന്തോ തമാശ പറഞ്ഞു, ഇത് ടേ ടേ എന്ന് പറഞ്ഞ ഒരു എണീക്കൽ അങ്ങോട്ട്. ഞാൻ അവസാനം നിന്ന് എൻ്റെ അപ്പൊ തീർച്ചയുണ്ടെങ്കിൽ മറ്റേ ഇത് കടിക്കുകയും ചെയ്യൂലോ. ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഒന്ന് കൊട്ടിയിട്ട് കൊടുത്തു, എന്തോ ഒരു തുണിയിട്ട് മറ്റേ അത് അതിൻ്റെ അടുത്ത് പോയി ഞാൻ കുറെ വർത്താനം പറഞ്ഞു. അങ്ങനെ സംഭവം ഉണ്ട്. എന്തായാലും അതെല്ലാം ആഗ്രഹങ്ങൾ തീർക്കല്, വയസ്സായാലും ആഗ്രഹം. വീഡിയോ ഭയങ്കര രസമായിരുന്നു. കുറെ ആൾക്കാരോട് ഇങ്ങനെ തനതായിട്ട് അന്നേരം കിട്ടുന്നത്. ഉണ്ണി പുതിയ പ്രോജക്ട് എന്താണുള്ളത്? പുതിയ സിനിമ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്ത? പുതിയ സിനിമ ഇപ്പം ഒരു 3 ചേരുണ്ട്. പ്രേം പാറ്റ എന്ന് പറഞ്ഞ സിനിമ, ഒരു അമീർ പള്ളിക്കലിന്റെ അറിയാലോ ടീച്ചർക്ക്. അത് നല്ലൊരു വേഷം ഞാൻ ചെയ്തു, നല്ല സംവിധാനം. അദ്ദേഹത്തിന് ഒരു രസമില്ല വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പം ഈ മനോജ് ഖാനന്റെ ഒരു പടത്തിൽ വേഷം പറഞ്ഞിട്ടുണ്ട്. അത് കയറ്റി പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, പടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലും പിന്നെ ഒരു വേറൊരു സിനിമയും കൂടി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ചാനൽ പരിപാടിയായിട്ട് ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്ന ഒരുപാട് വരട്ടെ. നമുക്കിത് കാസർഗോഡുകാർക്ക് ഭയങ്കര ആവേശല്ലേ. നിങ്ങളെ പിന്നെ ഇപ്പൊ ഏതാണ് ഇപ്പൊ മനോജിന്റെ പറഞ്ഞു. പിന്നെന്തോ ഇപ്പൊ ഒരു പടം ചെയ്തല്ലോ, ഇപ്പൊ ഇനി റിലീസ് ആവാൻ സിനിമ ഉണ്ട്. ഒന്ന് നമ്മളെ അജയ് പ്രസീദിന്റെ കല്ലളൻ എന്നൊരു സിനിമ. അത് ഞാൻ കണ്ടിരുന്നു ഫേസ്ബുക്കിൽ. ഭാഷയിൽ ഇറങ്ങുന്ന ആദ്യത്തെ സിനിമ, നല്ല സിനിമ. അതെ അതെ, ഒരു ആർട്ട് ഫിലിം സംഭവം. പിന്നെ ഒന്ന് പ്രിയനന്ദനന്റെ 7 നിറമുള്ള സ്വപ്നങ്ങൾ ഈ ഭാഗത്ത് എടുക്കുന്നത് പാലക്കാട് റിലീസ് ആവാനുള്ളത്. കമ്മിറ്റ് ചെയ്ത് നല്ല സിനിമകൾ ഒരുപാട് ചെയ്യട്ടെ. ടീച്ചർ സിനിമയിൽ സജീവമായിട്ട് വരണ്ടായിരുന്നു. ഇനിയിപ്പം ടീച്ചിങ് എല്ലാം തൽക്കാലം മാറ്റി വെച്ചുകൊണ്ട് സിനിമക്ക് ഒരുപാട് സാധ്യതയുണ്ട്, നാടകപ്രവർത്തനത്തിനുണ്ട്, അല്ലെങ്കിൽ എഴുത്തിനുണ്ട്. പുതിയ പുസ്തകങ്ങൾ അങ്ങനെ എന്തെങ്കിലും? പുസ്തകം ഒരു നോവലിന്റെ വർക്കിലാണ്. തീർച്ചയായും നോവലിന്റെ സന്തോഷം. ഏകദേശം അതൊരു വൈക്കായിട്ടുണ്ട്. സ്ത്രീകളാണ് വിഷയം, കുറച്ച് സ്ത്രീകൾ നല്ലൊരു രീതിയിലാണ്. നോക്കാം. ഞാനൊരു കാര്യം കൂടെ പ്രേക്ഷകരോട് പറയട്ടെ. ഞാൻ എൻ്റെ ഒരു കഥ മാതൃഭൂമി ബുക്സ് പുറത്തിറക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം. മാതൃഭൂമി ജീവിതം മാതൃഭൂമിക്ക് അങ്ങനെ അവര് ആലോചിച്ചു. അപ്പം എൻ്റെ സുഹൃത്തുമായിട്ട് അത് സംസാരിച്ചു. ബാലചന്ദ്രൻ മാഷ് സംസാരിച്ചപ്പോ അത് അങ്ങനെ മാതൃഭൂമി പോലത്തെ ഒരു നമ്മളെ ഒരു പ്രതീക്ഷിക്കാണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധനം ഇപ്പൊ അടുത്ത് എന്തായാലും ഒരു ഷാർജ ബുക്ക് ഇതുണ്ടല്ലോ, ഇന്റർനാഷണൽ ബുക്ക്, അതിലേക്ക് ആയിരിക്കാം അത് ചിലപ്പം എത്തുന്നത് ഫസ്റ്റ്. ചിലപ്പോ ഈ ഓണത്തിന് നമ്മൾ സ്ഥിരം എന്ത് പരിപാടി വെച്ചാലും ഉള്ളൊരു പരിപാടിയാണ് ഒരു ഓണപ്പാട്ട്. അത് പ്രത്യേകിച്ച് ഒരു പാട്ട്, ഒരു ക്ലീശ പരിപാടിയാണെങ്കിലും രസാണ്. അത് രസാടിച്ചല്ലേ ടീച്ചർ പാട്. അങ്ങനല്ല, ഉണ്ണിയും കൂടെ പാടുമ്പോ നിന്നൊരു എനിക്ക് പാടാൻ ആഗ്രഹമുണ്ട്. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ.
പൂവിളി പൂവിളി പൊന്നോണമായി. അപ്പം ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ച ഒരു സാധനം എല്ലാരും ഒന്നിച്ചു ചേരാൻ ലോക മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും നാട്ടിലേക്കെത്തും, അല്ലെങ്കിൽ അവിടെ ഓണം ആഘോഷിക്കും. കൂടുതൽ ഓണം പുറത്ത് തന്നെയാണ്. അത് ഒരു 10 ദിവസം ഒന്നല്ല, അത് 3 മാസം 4 മാസമാണ് പിന്നെ പുറത്ത് പോകണം. അതൊക്കെ നല്ലതാ. ആ ജാതിയോ എന്നറിയാ ഉണ്ണി, ചവിട്ടി താത്തിയോൻ എപ്പായാലും എണീക്കും, ഉറപ്പാ. എപ്പായാലും ഉയർന്നു വരും. ഞാൻ മാവേലിയാ. അതാണ് എല്ലാരും ഒരു തരത്തില് എല്ലാരും മാവേലിമാരാണ്. സത്യം, എല്ലാരും മാവേലിയാ. ചവിട്ടി താക്കും തോറും ഉയർന്നു വരുന്ന മാവേലി. അതൊരു പോയിന്റ് ആണ് സാറേ. അല്ല പിന്നെ 2 മാവേലി. കാസർഗോഡ് വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.